എൻ്റെ അടുത്തൊരു രക്ഷിതാവ് കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് മോളെ കൗൺസിൽ ചെയ്യാനാണ് കൊണ്ടുവരുന്നത്. അന്നേരം അവളറിയാതെ എനിക്ക് വോയിസ് ഇട്ട് വെച്ചിരിക്കുകയാണ്, ഉസ്താദ് ഇതൊന്നും നിർബന്ധമായിട്ടും കേൾക്കണം, അവളെ നിങ്ങൾ കേൾക്കേണ്ടതിന് മുന്നേ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ വാശിക്ക് വേണ്ടി ഇവളുടെ അനിയനെ ഇവൾ ഉറങ്ങിയതിന് ശേഷം ഭക്ഷണം കൊടുക്കുക. എന്തോ ഒരു കാര്യത്തിന് ഇവള് വാശി പിടിച്ചിട്ട് അവനക്ക് തിന്നാൻ കൊടുക്കൂല, അവനെ വാതിലിട്ട് പൂട്ടി. അത് മറികടക്കാൻ കഴിയാതെ ആ രക്ഷിതാവ് എന്ത് ചെയ്യുക, കഷ്ടപ്പെടുകയാണ്. ഇത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ വാശികളുടെയൊക്കെ തുടക്കത്തിൽ പിടിക്കണം നമ്മള്. തുടക്കത്തിൽ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചിട്ട് ഗുരുവായൂരുള്ള ഒരു പെൺകുട്ടിയാണ്, 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി. സ്കൂളിലേക്ക് ക്ലാസ്സിന് വന്ന് എക്സാമിന്റെ ഇടയിലുള്ള സ്പെഷ്യൽ ക്ലാസ്സിന് വന്നിട്ട്, നോമ്പിന് സ്പെഷ്യൽ ക്ലാസ്സിന് വന്നിട്ട് അവള് ചെക്കൻ്റെ കൂടെ പോയി. 10ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ കേട്ടാ. ചെക്കൻ്റെ കൂടെ പോയിട്ട് അപ്പൊ ഉമ്മ എനിക്ക് വിളിച്ച്, സതേ മോളെ കാണാനില്ല, ഇങ്ങനെ സതീ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്, ചിലപ്പം എൻ്റെ കൂടെ പോയിട്ടുണ്ടാകും, സാധ്യത ഉണ്ട്. ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ല. ഞാൻ ആ ഉമ്മാനോട് പറഞ്ഞു എൻ്റെ ഫോൺ എടുത്തിട്ടില്ല, ഞാൻ പിന്നീട് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു ക്ലാസ്സിന് കയറുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഉമ്മ വിളിച്ചു, ഉസ്താദ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, കേസ് കൊടുക്കട്ടെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കേസ് കൊടുത്താൽ മതി, കേസ് കൊടുത്താൽ പിന്നെ അതിൻ്റെ പൊല്ലാപ്പുകൾ വേറെയാണ്. അങ്ങനെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തപ്പോൾ അവൻ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു, എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട്. എവിടെയാണ് ചോദിച്ചു, വലപ്പാടാണുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഉമ്മാനോട് പറഞ്ഞു, ഇവിടെ ഉണ്ട്, നിങ്ങളിപ്പോൾ കേസ് കൊടുക്കണ്ട, ഞാൻ തിരിച്ചു വരാൻ പറയാന്ന് പറഞ്ഞു. അത് ഞാൻ വീണ്ടും ഉമ്മാനോട് വിഷയം പറഞ്ഞിട്ട് ഇവളെ വിളിച്ചിട്ട് പറയാണ്, മോളെ തിരിച്ചു പോകണം, ഉമ്മ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, കേസ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാളും മൈനറാണ്, അതുകൊണ്ട് ശരിക്കും നിങ്ങൾ കുടുങ്ങും. അപ്പൊ അവൾ എന്നോട് പറഞ്ഞ മറുപടി എന്താ, ഞാൻ ഇപ്പം എത്തിയിട്ടുള്ളൂ ഉസ്താദ്, ഞങ്ങൾക്ക് തീരെ ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ആ കുട്ടിനെ പറഞ്ഞ് ഫലിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ച്. പക്ഷെ ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോകാനും ഇത്രയൊക്കെ ധൈര്യം കിട്ടാനും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ട്. ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പിടിക്കേണ്ടത് പിടിക്കാത്തത് കൊണ്ടാണ്. ഈ കുട്ടി ആരാന്നറിയോ? 8 വയസ്സുവരെ മറ്റൊരു കുട്ടി ഉണ്ടായാൽ ഈ കുട്ടിയോടുള്ള സ്നേഹം കുറയുമെന്ന് പേടിച്ചിട്ട് ആ രക്ഷിതാക്കൾക്ക് വേറൊരു കുട്ടി പോലും ഉണ്ടായിട്ടില്ല. അത്രയും സ്നേഹിച്ചു വളർത്തിയ കുട്ടിയാണത്. ഇപ്പൊ ആ കുട്ടിയുടെ ഏറ്റവും വലിയ ശത്രു ഉമ്മയാണ്. എങ്ങനെ സംഭവിച്ചു? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ട് മാത്രം സംഭവിച്ചാണ്. അതിപ്പോ ഞാൻ അവരെ കൊണ്ട് ആദ്യം മുതൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലത്ത് നോ പറയാൻ പഠിക്കണം മക്കളോട്. പറ്റില്ല എന്നുള്ളത് പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് പിന്നെ കോംപ്രമൈസിന്റെ മറ്റ് വാക്കുകളില്ല. ചില ഉമ്മമാരുണ്ട്, എന്താടി ഇപ്പൊ അങ്ങനെ വേണ്ടടി, ഞാൻ എനിക്ക് അത് ചെയ്തു തരാം, അന്നെ ഞാൻ ഇവിടെ കൊണ്ടുപോവാ, അങ്ങനെ ആക്കാം. എന്താവശ്യത്തിനായി ഈ കോംപ്രമൈസ്? ചെറിയ പ്രായം 7 to 12 ഉള്ളിൽ ഇങ്ങനെ ശരിയാക്കാനുള്ള സർവ്വതും ശരിയാക്കണം. എന്നാൽ 3 to 6 ഉള്ളിൽ വാശി എന്നുള്ള സ്വഭാവം കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റണം. എങ്ങനെ അറുത്തു മാറ്റണം? വാശി പിടിച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തണം. ആദ്യത്തെ വാശി എങ്ങനെയാ? കുട്ടികളുടെ ആദ്യത്തെ വാശി കരയലാണ്. കരഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ദേഷ്യം വരും, അല്ലെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. ഈ ഇറിറ്റേഷന്റെയും ദേഷ്യത്തിന്റെയും സുഖം കിട്ടാൻ വേണ്ടി അവർ എന്താണോ വാശി പിടിച്ചത് അതാണ് കൊടുക്കും. അങ്ങനെ തന്നെയല്ലേ വീടുകളിൽ നടക്കുന്നത്? ഇപ്പൊ മൊബൈൽ ഫോണിന് വേണ്ടി കുട്ടി വാശി പിടിച്ച് കരയാണ്. എന്താ സംഭവിക്കുക? ചിലപ്പോ നമ്മൾ ഇങ്ങനെ കുറെ ദേഷ്യം പിടിച്ച് ചിലപ്പോൾ തരില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. എന്നിട്ട് അവസാനം സഹിക്കാൻ പറ്റാൻ ഒറ്റ ഒന്നാണ് കൊടുക്കുകയും ചെയ്യും, മൊബൈൽ ഫോൺ കൊടുക്കുകയും ചെയ്യും. ഇതിനുള്ള ലോജിക്ക് എന്താ? എന്നപ്പോ ഇത് ആദ്യം കൊടുത്താൽ പോരെ, ഈ അടി കൊടുക്കേണ്ട കാര്യമുണ്ടാ? ഒന്നാണ് കൊടുക്കുകയും ചെയ്യും, പിന്നെ മൊബൈൽ കൊടുക്കുകയും ചെയ്യും. ഇതൊരു പൊട്ടത്തരല്ലേ? ഇത് ചെയ്യരുത്. അടിച്ചിട്ട് കാര്യമില്ല ഇതിന്. ഇത് കൊടുക്കുകയും ചെയ്യരുത്. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും എന്ത്? വേദനിച്ചാലും ഞാൻ വിചാരിച്ചത് നടക്കും, വേദനിച്ചാലും ഞാൻ വിചാരിച്ചത് നടക്കും എന്ന ബോധ്യത്തിലേക്ക് കുട്ടി എത്തും. ഇത് കുട്ടിയുടെ ആദ്യത്തെ വിജയമാണ്.
ഇനി രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വാശി പിടിക്കല്? മൊബൈലിനൊക്കെ ഏറ്റവും കൂടുതൽ വാശി പിടിക്കൽ എപ്പോഴാ? നിങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്താൽ അറിയാം. നിങ്ങളുടെ വീട്ടിൽ വിരുന്നേര് വന്നാൽ, നിങ്ങൾ കല്യാണത്തിന് പോയാൽ അല്ലേ, നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് പോകുമെന്ന് ബോധ്യമാകുന്ന സമയത്ത് അവർക്ക് വാശി കൂടും. കാരണം എന്താ? അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ കൊടുക്കുന്നവർക്ക് അറിയാം. നിങ്ങളൊരു കാര്യമായിട്ടൊരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്നേരം മക്കൾ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു വാശി പിടിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നിങ്ങളതാണ് നടന്നോട്ടെ എന്ന് വെക്കുക, നിങ്ങളെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഈ ഭാര്യ ഉമ്മമാർക്ക് നല്ല അനുഭവം ഉണ്ടാവും. ഭർത്താവിനായിട്ട് ഗൾഫിലേക്ക് വിളിച്ചോണ്ടിരിക്കുന്ന നേരത്താണ് കുട്ടികൾ പലതിനും സമ്മതം ചോദിക്കുക. കാരണം എന്താ? ഈ വിളി മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് സമ്മതം കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ആര് പഠിച്ചു വെച്ച്? കുട്ടികൾ പഠിച്ചു വെച്ച്. ഈ മറ്റേ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റ്സ് എവിടെ ഉണ്ടാകുക? ബില്ലടക്കുന്ന കൗണ്ടറിന്റെ അടുത്താണ് ഉണ്ടാകുക. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ ഈ സാധനങ്ങൾ ബില്ലടക്കാൻ വേണ്ടി തിരക്ക് പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം ഈ സാധനത്തിന് വാശി പിടിക്കുമ്പോൾ ഓലെ വാശി കാണാതെ നമ്മൾ ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. നിറച്ച ആൾക്കാരുണ്ടാവും അവിടെ. അവിടെ നമുക്ക് അഭിമാന പ്രശ്നമാണ്. രണ്ട് പ്രശ്നങ്ങളാണ് നമ്മളവിടെ അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. ഒന്ന്, ഈ പെണ്ണ് ഒന്നും മേടിച്ചു കൊടുക്കൂലല്ലേ കുട്ടികൾക്ക് എന്നാര് ധരിക്കൂലേ? നാട്ടുകാര് ധരിക്കൂലേ? അതൊരു വല്ലാത്ത മഹാപാപല്ലേ? ആ ഒരു ബോധം, ആ ഒരു ഈഗോ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇനി നമ്മൾ എന്ത് വേണേലും മേടിച്ചു കൊടുക്കാൻ തയ്യാറാവും. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇവന് മേടിച്ചു കൊടുത്താലേ ഇവിടെ ബഹളം വെച്ച് നിലത്ത് കിടന്നെ ഉരുളു. അന്നേരം എനിക്കൊരു മോശം. ഈ മോശത്തിനും ഈഗോക്കും വേണ്ടി നമ്മൾ സാധനം മേടിച്ചു കൊടുക്കും. അങ്ങനെ തോന്നിയാൽ, മേടിച്ചു കൊടുക്കാൻ തുടങ്ങിയാൽ ആ കുട്ടിക്കൊരു കാര്യം മനസ്സിലായി, വാശി പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ആരാണ് കുട്ടിയെ ഇപ്പൊ വാശി പഠിപ്പിക്കുന്നത്? അതേസമയം നിങ്ങൾ അവിടെ നിന്ന് സ്റ്റേണായിട്ട് തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല, അതിന്റെ അപ്പുറത്ത് എന്തെന്നെ കാണിച്ചിട്ടും കാര്യമില്ല. കരയാണ്, കരഞ്ഞോട്, കരയ്, സൗണ്ട് പോരാ, കുറച്ചുകൂടി കുട്ടി കരയണം. കരഞ്ഞു കഴിഞ്ഞിട്ട് വായോ, എന്നിട്ട് നമുക്ക് പരിഹാരം കാണും. ഇത് നിങ്ങൾ ഒരു 4-5 തവണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങളെ മക്കൾ വാശി പിടിച്ച് കരയില്ല. ഇത് അനുഭവമാണ്. എൻ്റെ മക്കൾ എന്നോട് ഒരു കാര്യത്തിന് വാശി പിടിക്കലില്ല. ചെറുതെങ്ങാനും വാശി പിടിക്കാന്ന മൂത്ത് പറഞ്ഞു കൊടുക്കും, വെറുതെ വേണ്ടാത്തിന് കണ്ട കിട്ടുള്ളത് കൂടി മുടങ്ങുമെന്ന്. റിയലി കടയിൽ കയറി കഴിഞ്ഞാൽ മക്കളൊക്കെ ഞാൻ കടയിൽ കൊണ്ടുപോകും. ഒരു പ്രശ്നവുമില്ല എനിക്ക് കടയിൽ കൊണ്ടുപോകുന്നതിന്. ചെന്നിട്ട് ആദ്യം എന്താ വേണ്ടത്? അപ്പൊ പലരും പലതും ആണല്ലോ പറയാം. അങ്ങനെയാണ് കടയിൽ കയറിയ പലരും പലതും പറയാം. ഒന്നിൽ തീരുമാനമാക്കണം, ഇന്നത് മേടിച്ചു തരാം. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടക്ക തീരെ ഇഷ്ടമല്ല, എനിക്ക് തന്നെ മതി. ഇല്ല, ഇത് മേടിക്കണില്ല, ഇത് ഇന്ന് മേടിക്കുള്ളൂ, അത് നമുക്ക് അടുത്ത പ്രാവശ്യം കയറുമ്പോൾ മേടിക്കും. അതിലവസാനിക്കും. ഇൻ കേസ് അവസാനിച്ചില്ലേ ആർക്കും ഒന്നുമില്ല, ഇറങ്ങിയാണ് പോരും. എനിക്ക് അങ്ങനെ ഒരു നാണമല്ല ഒരു മാനമില്ല കുട്ടിയുടെ കാര്യത്തിൽ. കടക്കാരെന്താ വിചാരിക്കുക? ഞാനൊരു പിശുക്കനാണെന്ന് വിചാരിക്കോ? ഇനി കുട്ടികൾ ഇവിടുന്ന് കരഞ്ഞ ആൾക്കാരിനെ കുറിച്ച് അങ്ങനത്തെ ഒരു ധാരണയില്ല. കാരണം എൻ്റെ കുട്ടികളെ നന്നാക്കൽ എൻ്റെ ഡ്യൂട്ടിയാണ്, നാട്ടുകാരുടെ ഡ്യൂട്ടിയല്ല. കല്യാണത്തിന് പോയി വാശി പിടിച്ചു കഴിഞ്ഞാൽ കരഞ്ഞോളാൻ പറയും, തീരോളം, ഒരു പ്രശ്നമില്ല. അതിനടുത്താണ് ഈ വല്യപ്പാർക്ക് ഒരു പ്രശ്നം വരും. വല്യപ്പാർക്ക് കുട്ടികൾ കരയുന്നത് ഇഷ്ടമല്ല. ശരിയല്ലേ? മക്കളെ കരച്ചില്ല, എന്താടി അവിടെ അണക്കാണ് കൊടുത്താൽ എന്താ എന്ന് വെച്ചിട്ടുള്ള ആ കമന്റാണ് വരും. അതിൽ നമ്മൾ ഇടപെടരുത്. ശരിക്കും മക്കളെ നന്നാക്കാൻ ചില കരച്ചിലൊക്കെ നമ്മൾ കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും. ചില കരച്ചിലിന് നമ്മൾ പരിഹാരം കൊടുക്കരുത്. ചിലപ്പോൾ ഉമ്മ ഫോൺ കൊടുക്കൂല, തരില്ല എന്ന് പറയും. കരഞ്ഞാണ് കരഞ്ഞോ എന്ന് പറയും. അപ്പൊ ഇപ്പൊ പാട് കുട്ടീന് വന്നാ അനക്ക് എന്താ വേണ്ടേ, എന്നാ ഈ സാധനം ആ കുട്ടികളെ കേടരുത്തി കളയും. ചെയ്യാൻ പാടില്ല. ഒരേ പാറ്റേണിൽ വീട്ടിൽ കാര്യങ്ങൾ പോകണം. അങ്ങനെ സഹായിച്ചു കൊടുക്കരുത്. വാശിക്ക് തീരെ നിന്നു കൊടുക്കരുത്. ചെറുപ്പം മുതലേ വാശി ഒഴിവാക്കി പഠിപ്പിക്കണം. അപ്പൊ പിന്നെ വലുതാകുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകും വാശി എന്നുള്ള സാധനം കൊണ്ട് നേടാൻ ഈ വീട്ടിൽ ഒന്നുമില്ല എന്നുള്ളത്. റിയാലിറ്റികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. നമ്മൾ മക്കളെ വളർത്തേണ്ടത് 4ാമത്തെ ടൈപ്പാണ്. ഏത്? എന്താണോ ആ കുട്ടിക്ക് ആവശ്യമുള്ളത് അതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് ആ കുട്ടിയുടെ രീതിയിൽ ആ കുട്ടിയെ വളർത്തുക എന്നുള്ളതാണ്. ഇതാണ് 4ാമത്തെ ടൈപ്പ്. 4 ടൈപ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. 1, എന്നെ വളർത്തിയതുപോലെ വളർത്തുക. 2, മറ്റുള്ളവരെ വളർത്തുന്നത് പോലെ വളർത്തുക. 3, കുട്ടിക്ക് ഇഷ്ടമുള്ളത് പോലെ വളർത്തുക.
4, ആ കുട്ടിക്ക് ആവശ്യം എന്താണോ അത് പഠിച്ച് അതിനനുസരിച്ച് വളർത്തുക. ചില ഉമ്മമാര് വാപ്പാനോട് ചൂടാവും. നിങ്ങളിങ്ങനെ നിന്നിട്ട് നിങ്ങളൊന്നും ചൂടായി നോക്കി, അപ്പാണ് ശരിയായിക്കോളും. അവളെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ചൂടാകാൻ പോകരുത്, അത് ശരിയാവൂല. അത് നമ്മുടെ ഈഗോയാണ് എന്ത് ചെയ്യുന്നത്, ഹേർട്ട് ചെയ്യുന്നത്. അന്നേരം ഞാനത്ര ചൂടില്ലാത്ത മനുഷ്യനാ എന്ന് വെച്ചിട്ട് ഞാനാണ് ചൂടാകുക, കാര്യമില്ല. നമ്മൾ എന്താണോ ചൂടാകണത് അന്ന് നമ്മുടെ വില പോകും. നമ്മൾ എപ്പോഴാണോ ശരിക്കും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉമ്മമാർ വാപ്പാരെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഇങ്ങനെ നിർത്തണം, മേലെ ഇങ്ങനെ നിർത്തണം. അവരൊന്നും ഇത് വല്ലാതെ കളിച്ചാൽ ഞാൻ അപ്പാനോടാണ് പറയട്ടോ, ഇപ്പാനോട് പറയും. ഇപ്പൊ ഒന്നും മുണ്ടൂല, ഇപ്പൊ മുണ്ടരുത്. കാരണം ഇപ്പൊ മുണ്ട ഇത്രേ ഉള്ളൂ ഉപ്പാന്ന് കുട്ടികൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കരുത്. ഉപ്പാനോട് പറയുന്നുള്ള ആ പേടിയിൽ അവിടെ ഇങ്ങനെ നിന്നാൽ മതി. ഞാൻ സാധാരണ ഉസ്താമാരോട് പറയും, വടി എടുത്ത് കുട്ടികൾ തല്ലാൻ പാടില്ല. ഇപ്പൊ പിന്നെ ഒഫൻസാണ്. പക്ഷേ ഇനി ഒരു വടി നിങ്ങളെ ഇതിന്റെ പുറത്തുണ്ടെങ്കിൽ ആ വടി ആ ഒരു പേടി ഇങ്ങനെ നിന്നാൽ മതി. മനസ്സിലായോ? ഉസ്താദെങ്ങാനും വടിയാണ് എടുത്താൽ, ഉസ്താദ് ജന്മത്ത് വടിയെടുത്തിട്ടില്ല, എന്നാലും ഉസ്താദെങ്ങാനും വടി എടുത്താൽ എന്നുള്ള ആ പേടി മാത്രമേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്കില്ല. എന്നതുപോലെ വാപ്പ അറിഞ്ഞാൽ മുണ്ടരുത്, വാപ്പ അറിഞ്ഞാൽ എന്നാ സാധനം ഇങ്ങനെ നിൽക്കണം മേലെ. വാപ്പ എപ്പോഴും ഈ മക്കളെ വളർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട അവസാന വാക്കാണ് വാപ്പ. മക്കളെ ഏതു നേരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഉമ്മയാണ്. ഉമ്മ മക്കളെ പറയുന്നു, ശരിയാക്കുന്നു, ശരിയാകാതെ വരുമ്പോൾ അവര് വീണ്ടും ശരിയാക്കുന്നു, പറയുന്നു, ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയാണ് ഉമ്മ. എന്നിട്ട് ലാസ്റ്റ് ഉമ്മാക്ക് നിക്കക്കള്ളില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പാനോടാണ് പറയും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. അല്ലാതെ മക്കളെ മുന്നിൽ വെച്ചിട്ട് ഉമ്മമാർ കേൾക്കണേ, മക്കളെ മുന്നിൽ വെച്ചിട്ട് വാപ്പാനോട് നിങ്ങൾ എന്ത് മനുഷ്യനെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ പോനോട് പറഞ്ഞേ എന്ന് മക്കളെ മുന്നിൽ വെച്ചിട്ട് ഭർത്താക്കന്മാരോട് പറയരുത്. ആ വില നഷ്ടപ്പെടുത്തരുത്. അതിങ്ങനെ ഹൈ ലെവലിൽ അവിടെ നിൽക്കുക വേണ്ടത്, എന്നാലേ കുടുംബം ശരിയായിട്ട് പോവുള്ളൂ. വാപ്പ വീട്ടിലെ രാജാവാക്കി വളർത്തണം എന്നാ ഞാൻ പറയല് വാപ്പാനെ. എന്നിട്ട് ഉമ്മ വാപ്പാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. വാപ്പ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. അപ്പോ വാപ്പ എന്ത് ചെയ്യും, മക്കളെ കൂട്ടി കടപ്പുറത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബൈക്കിന്റെ മുമ്പിലോ പിന്നിലോ വെച്ച് വാപ്പ ഉമ്മാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതും വേണം. അങ്ങനെയാ പാരന്റിങ് മെത്തേഡ് എന്ന് പറയുന്നത്. വാപ്പ ഉമ്മാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ വളർത്തിയിട്ടുള്ളതെന്ന്? ഇതാരാ പറയുന്നത്? വാപ്പയാ പറയുന്നത്. കുട്ടികൾക്ക് നന്നായി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ കാര്യം? നിങ്ങളെ ഓരോ കുട്ടിനെ കുറിച്ച് നമുക്കറിയാലോ. ആ കുട്ടി എങ്ങനെ ജനിച്ചു, ഏത് സമയത്ത് ജനിച്ചു, ആ സമയത്തുള്ള റിസ്ക് എന്തായിരുന്നു എന്നുള്ളത്. ഉപ്പ പറയാണ്, അന്നെ ഉമ്മ ഗർഭം ചുമന്നിരിക്കുന്ന സമയത്ത്, അനക്ക് 8 മാസമുള്ള സമയത്ത് എൻ്റെ ഉമ്മയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയി. ആ പോണ സമയത്ത് ഉമ്മക്ക് വയറിന് വേദനയായിട്ട് എത്ര കഷ്ടപ്പെട്ടണെന്നറിയോ അന്ന് അവിടുന്ന് തിരിച്ചു പോരാന്. ഈ സാധനം ഉപ്പ പറയുമ്പോ കുട്ടിയുടെ മനസ്സിലേക്ക് ആ ഉമ്മായുടെ കഷ്ടപ്പാടുകൾ ഇങ്ങനെ കറക്റ്റ് വരും. അന്നെ പ്രസവിക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ 10 ദിവസം കിടക്കേണ്ടി വന്നത്, അന്നേരം ഉമ്മ അനുഭവിച്ച വേദന എത്രയാന്ന് എൻ്റെ വിചാരം. ഇതാരാ പറയുന്നത്? വാപ്പയാ പറയുന്നത്. ഇത് പറയുമ്പോ കുട്ടിക്ക് വാപ്പാനോട് സ്നേഹം കൂടും, ഉമ്മാനോട് സ്നേഹം കൂടും. കാരണം എൻ്റെ വാപ്പൻ്റെ ഉമ്മാനെ എത്രയാ സ്നേഹിക്കണത്. ആ സ്നേഹിക്കണോണ്ടല്ലേ എൻ്റെ വാപ്പ ഉമ്മാനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്നത്. അതാണ് അവിടുത്തെ ഒരു പ്രധാന കാര്യം. വാപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹം കുട്ടികൾ നല്ലപോലെ കാണണം, ധാരാളം കാണണം. അതേസമയം വാപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹമില്ലായ്മയുടെ ഒരു അംശം പോലും കുട്ടികൾ കാണാൻ പാടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും